ഹായ് ഓൾ നീറ്റ് UG 2024-ൻ്റെ റിസൾട്ടിന് ശേഷമുള്ള ഇനിയുള്ള പ്രൊസീജിയേഴ്സാണ് നമ്മുടെ കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം. നീറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൻ്റെയൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇനി കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ വരിക. സോ എന്നാൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു കാര്യവും എന്നാൽ ഇതാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യവുമാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഒരുപാട് കുട്ടികൾ വെറ്റിനറി സയൻസ് ആഗ്രഹിച്ച് നോക്കുന്നവരുണ്ടാവാം, വെറ്റിനറി സയൻസിലേക്ക് ഇപ്രാവശ്യത്തെ ഇത് വെച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. സോ അവരറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ശരിക്കും ഈ ഒരു വീഡിയോയിൽ. സോ ഇന്ത്യയിൽ ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പം MBBS കൗൺസിലിംഗ് നടക്കുന്ന പോലെ തന്നെ MBBS BDS ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കുന്ന പോലെ തന്നെ നമുക്ക് വെറ്റിനറി കൗൺസിലിംഗും നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലാണ് ശരിക്കും ഇത് നടക്കുക. vci.admissions.nic.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ NMC നടത്തുന്നത്, നാഷണൽ മെഡിക്കൽ കൗൺസിൽ നടത്തുന്ന പോലെ തന്നെയാണ് ശരിക്കും വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയും അഡ്മിഷൻസ് നടത്തുന്നത്. സോ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു രൂപമാണ് ശരിക്കും നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയാണ് കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സൊക്കെ വരുന്നത്. അതനുസരിച്ചാണ് നിങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വരുന്നതും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് വരുന്നതും എല്ലാം ഈ ഒരു ഭാഗത്തായിരിക്കും, ന്യൂസ് ആൻഡ് ഇവൻറ്റ്സിലായിരിക്കും ഈ കാര്യങ്ങൾ വരിക. സോ വെറ്റിനറി സയൻസ് നിങ്ങൾക്കറിയാം, വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്നാണ്, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്നാണ് നമ്മുടെ കോഴ്സിൻ്റെ പേര്. സോ ഈ കോഴ്സ് പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെറ്റിനറി സർജനായിട്ടും വെറ്റിനറി ഡോക്ടർ, അതുപോലെ ആനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ, അങ്ങനെ പല ഫീൽഡുകൾ ഒരു സൈറ്റിൽ തന്നെ പ്രത്യേകം പറയുന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് BVSc ഏജ് കോഴ്സസ് ഇൻക്ലൂഡ് ജോബ്സ് സച്ച് ആസ് വെറ്റിനറി ഡോക്ടറായിട്ട്, വെറ്റിനറി റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട്, ആനിമൽ ബ്രീഡേഴ്സായിട്ട്, വെറ്റിനറി ഓഫീസേഴ്സായിട്ട്, വെറ്റിനറി സർജനായിട്ടും, വെറ്റിനറി ഡോക്ടർ, ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് ആണ് ശരിക്കും ഉള്ളത്. ഇവിടെ തന്നെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസും. ഫോർ എക്സാമ്പിൾ കർണാലിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റീസാണ്. ബാക്കി അതല്ലാണ്ടുള്ള ടോപ്പ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കൗൺസിലിൻ്റെ അണ്ടറിലുള്ള ദാറ്റ് ഈസ് ഒന്ന് IVRI ആണ്. ഇത് ബറേലിയിലുള്ള ഉത്തർപ്രദേശിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഐക്കറിൻ്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് വെറ്റിനറിയിൽ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. മറ്റൊന്ന് ഗുരു അംഗദ് ദേവ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ലുധിയാന, പഞ്ചാബിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ആനിമൽ ഹസ്ബൻഡറിയും വെറ്റിനറി സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോൾട്രി ഫാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളായി റിലേറ്റഡ് ആയിട്ടുള്ള ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന കോളേജസ് ആണ്. ഇവരൊക്കെ നടത്തുന്നത് ശരിക്കും നമ്മുടെ നീറ്റിൻ്റെ സ്കോറിൻ്റെ ബേസിലുള്ള അഡ്മിഷൻസിൻ്റെ പ്രകാരമാണ്. സോ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് അല്ലാതെ തന്നെ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന റൗണ്ട് 1 വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ റിസൾട്ടായിരുന്നു. അപ്പോൾ ഈ റൗണ്ട് 1 വെറ്റിനറി കൗൺസിലിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പം ഈ കാണുന്ന ഫസ്റ്റ് പ്രിഫറൻസ് വന്നത് ഏകദേശം 640 റാങ്കൊക്കെ കിട്ടിയവരൊക്കെ, അല്ലെങ്കിൽ 640 കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോർ കിട്ടിയവർക്കായിരുന്നു. അവിടെ തൊട്ട് സ്റ്റാർട്ടിങ് വെച്ച് തന്നെ വെറ്റിനറി ചൂസ് ചെയ്തവരൊക്കെ ഉണ്ട്. 640 തന്നെ വെറ്റിനറി ചൂസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഡ്യൂ ടു ദ ഇൻട്രസ്റ്റ് ഇൻ ദ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഫീൽഡ്. അപ്പോൾ ഫ്രം 640 കട്ട് ഓഫ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 640 എന്നൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഗുരു അംഗദ് ദേവ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ലുധിയാനയിലാണ് ശരിക്കും ഫസ്റ്റ് കാറ്റഗറി ആക്ച്വലി ഓപ്പൺ, ഓൾ ഇന്ത്യ കോട്ട വഴി ഓപ്പൺ ആയത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഓൾ ഇന്ത്യ കോട്ട വഴി തൃശ്ശൂരൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ 5th 6th ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കോളേജ് ഓഫ് വെറ്റിനറി സയൻസസ് തൃശ്ശൂർ, നമ്മുടെ മണ്ണത്തിലുള്ള കോളേജും ഇന്ത്യയിലെ തന്നെ ടോപ്പ് കോളേജിൽ ഒന്നാണ്, വെറ്റിനറി സയൻസ് കോളേജിലെ ഒന്നാണ് ശരിക്കും വെറ്റിനറി സയൻസ് തൃശ്ശൂർ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ കോട്ട വഴി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതൊരു ലിസ്റ്റ് ഓഫ് കോളേജസ് ആണ് ഓൾ ഇന്ത്യ കോട്ട വഴി കൊടുക്കാവുന്നത്. കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൽ കുട്ടികൾ ചൂസ് ചെയ്തതാണ് ഈ ഒരു ഓർഡർ. ആ ഒരു ഓർഡറിൻ്റെ ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് മുംബൈ പാരലിലുള്ള വെറ്റിനറി സയൻസ് ഉണ്ട്, മണ്ണുത്തി തൃശ്ശൂരിലുള്ള കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബിക്കാനേറിലുള്ള കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ മദ്രാസ് വെറ്റിനറി സയൻസ് കോളേജ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് ഉണ്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ ഡീംഡ് യൂണിവേഴ്സിറ്റി കർണാലിലേക്കുള്ള NDRL ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് നെറ്റിൽ ഇഷ്ടം പോലെ ടോപ്പ് കോളേജസിൻ്റെ വിവരങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, ദാറ്റ് ഈസ് BVSc ആൻഡ് AH പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആനിമൽ ബ്രീഡേഴ്സും വെറ്റിനറി സർജൻസും അത് വെറ്റിനറി ഡോക്ടേഴ്സ്, ഇപ്പോൾ സ്മോൾ ചെറിയ പെറ്റുകളെ മാത്രം ഡീൽ ചെയ്യുന്ന വെറ്റിനറി ഡോക്ടേഴ്സ്, അങ്ങനെ പല ഫീൽഡുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. സോ ആക്ച്വലി അത്യാവശ്യം നല്ല സ്കോപ്പുള്ള, മീൻസ് സ്കോപ്പ് ഇപ്പോൾ പറയാമല്ലോ, ഇപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര റിലേറ്റീവ് ആയിട്ടുള്ള വേർഡാണ്. ശരിക്കും നമ്മളൊരു കോഴ്സ് ഇപ്പം ജനറലി ഓൾ ദ കോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം ചിലപ്പോൾ സാച്ചുറേറ്റഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് ഒരുപാട് പേര് അവിടെ പഠിക്കുമ്പോഴായിരിക്കും ആ കോഴ്സിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കുറേയൊക്കെ ഉണ്ടാവുക.
പക്ഷേ ഒരു കോഴ്സ് നിങ്ങളിപ്പം ഇന്ത്യയിലെ തന്നെ പല കോഴ്സുകളും ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ചൂസ് ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ ഒന്ന് റിസർച്ച് ചെയ്താലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു കോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കോഴ്സ് തന്നെയാണ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത്. സോ വെറ്റിനറി സയൻസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ഈ പ്രൊസീജിയർ തന്നെയാണ് കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രകാരമുള്ള കൗൺസിലിംഗ് പ്രൊസീജിയറാണ് വരിക. അപ്പോൾ നിങ്ങൾ വെറ്റിനറി കൗൺസിലിൻ്റെ അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കൗൺസിലിംഗ് വരിക. അപ്പം നേരത്തെ പറഞ്ഞാൽ MBBS BDS ആണെങ്കിൽ NMCയുടെ കൗൺസിലിംഗ് ആണ്, ഇത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൗൺസിലിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ ഉടനെ വരും. പക്ഷേ നിങ്ങളൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് വെറ്റിനറി സയൻസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓൾ ഇന്ത്യ കോട്ട വഴി നിങ്ങളുടെ സ്കോർ അനുസരിച്ച് കൊടുക്കാം. ആ സമയത്ത് ഇതൊരു ഓപ്ഷനായിട്ടാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നോക്കാവുന്നതാണ്, കൗൺസിലിംഗ് ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ നമുക്കൊരിക്കലും കഴിഞ്ഞ വർഷത്തെ ബേസിൽ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കൊടുത്തിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഞാൻ 640 പറഞ്ഞത് ഏറ്റവും ടോപ്പ് റാങ്കാണ്. 640 താഴേക്ക് റാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ vci.admissions.nic.in എന്ന വെബ്സൈറ്റ് കയറുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ പല ഓപ്ഷൻസ് കാണാം. അവിടെ റൗണ്ട് 2 ക്ലിയർ വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട്, റൗണ്ട് 2 അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇത് ലിങ്കുകൾ കാണും. അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ എത്ര റാങ്ക് വരെ, എത്ര ഓൾ ഇന്ത്യ റാങ്ക് വരെ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടെന്നൊക്കെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതനുസരിച്ച് കമ്പയറബിൾ ആയിട്ട് നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അതിന് എക്സാമ്പിളായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട വെറ്റിനറി സയൻസ് കോളേജസ് ആണ്. ഒന്നുള്ളത് മണ്ണുത്തിയിലും മറ്റൊന്ന് പൂക്കോട് വയനാടുമാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല കോളേജസ് തന്നെയാണ്. പ്രത്യേകിച്ച് മണ്ണുത്തി എന്നൊക്കെ പറയുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ടോപ്പ് 5 നിൽക്കുന്ന ഒരു കോളേജാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ 15% ഓൾ ഇന്ത്യ കോട്ട ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ കോളേജസിന് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സെയിം സ്റ്റേറ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് കേരള കീമിൻ്റെ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് മണ്ണുത്തിയും പൂക്കോടുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേക അലോട്ട്മെൻറ്റ്സ് വെക്കാവുന്നതേ ഉള്ളൂ. അത് കീമിൻ്റെ വഴിയാണ്. അതായത് നിങ്ങൾക്ക് 85% സ്റ്റേറ്റ് കോട്ടയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 15% ഓൾ ഇന്ത്യ കോട്ട വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് വെറ്റിനറി സയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ കേരളത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി കുറച്ച് കോഴ്സുകളെ കൂടെ പരിചയപ്പെടാനുണ്ട്. അതുപോലെ കേരളത്തിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ, ഇപ്പോൾ BTech ബയോടെക്നോളജി പോലുള്ള കോഴ്സുകളൊക്കെയാണ്. നമുക്ക് അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണാം. സോ ബി പ്രിപ്പയർഡ് ഫോർ ദ കൗൺസിലിംഗ്. നമുക്ക് എല്ലാം ഓൾ ഈസ് വെൽ ആവട്ടെ എന്ന് വിശ്വസിക്കാം. സോ ടെൻഷനൊന്നും അടിക്കാതെ എല്ലാവരും നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.